ഞാൻ ഇന്ന് വന്നിട്ടുള്ളേ ഞാൻ ഇന്നലെ തൃശ്ശൂർ ഇവിടുന്ന് വാങ്ങിയതാണ്. കാർഷിക സർവകലാശാലേൻ്റെ അവിടെ പോയിട്ട് മണ്ണൂത്തി പോയിട്ട് വാങ്ങിയ പേരക്ക തയ്യ. ഇതിൻ്റെ പേരെന്താ വെച്ചാൽ ആർക്കാ മൃദുല. നല്ല ടേസ്റ്റ് ചെയ്തുള്ള പേരക്കയാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ മുട്ടുകളൊക്കെ ഉള്ളതാണിത്. 2 മുട്ടുകളിലാണ്. ഒന്ന് വെക്കണത് ഇതാണ്, കിലോ പേരക്കയാണ്. അപ്പോൾ അത് ചട്ടിയിലാണ് വെക്കുന്നത്. ഞാൻ കരുതുന്നത് എന്താ വെച്ചാൽ ഒരു കൊല്ലം നമ്മൾ ചട്ടിയിൽ വെച്ചതിന് ശേഷം അടുത്ത കൊല്ലമൊക്കെ നമുക്ക് നിലത്തേക്ക് മാറ്റാമെന്നുള്ള രീതിയിലാണ് ഞാൻ ചട്ടിയിൽ വെക്കുന്നത്. അപ്പോൾ അത് വെക്കണ രീതി എങ്ങനെയാണെന്നുള്ളതൊന്ന് ഞാൻ ചെയ്ത് കാട്ടിത്തരാം. എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചകിരിപ്പൊളി ഇങ്ങനെ വെക്കണം. ചകിരിപ്പൊളി ഇങ്ങനെ വെക്കണത് എന്തിനാ വെച്ചാൽ ഇതിൽ വാങ്ങണ വളങ്ങളൊക്കെ നമുക്ക് ഇത് തന്നെ തങ്ങി നിൽക്കാം. വെള്ളം മാത്രം ഒലിച്ചു പോകുക, വളം ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചകിരി ഇങ്ങനെ വെക്കണത് കേട്ടോ. മറ്റ് വളം കംപ്ലീറ്റ് പോയി പോകും, അത് പാടില്ലല്ലോ. അപ്പോൾ ചെറിയ പീസാക്കിയിട്ടാണ് ചകിരി വെക്കണത്. ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് വെച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് ചകിരിയൊക്കെ നല്ല ഉഷാറായിട്ട് നിന്നോളും. വളമൊക്കെ നല്ല ഉഷാറായിട്ട് വളം അതിൽ നിൽക്കും, വെള്ളം താഴ്ത്തുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ കരിയിലേൻ്റെ പൊടിയും മണ്ണിര കമ്പോസ്റ്റും കൂടാണ്ട് ലേശം കുമ്മായം ഞങ്ങൾ ഇട്ടാണ്. കുമ്മായം ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഇതാ നല്ല അടിപൊളി എല്ലുപൊടിയാണ്. എല്ലുപൊടി ഇട്ടാൽ ഇത് നല്ല, എന്നോട് കൃഷി വിദഗ്ധർ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലുപൊടി ഇടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ എല്ലുപൊടി വാങ്ങിയത്. ഒരു 200-250 ഗ്രാം എല്ലുപൊടി ഇട്ടിട്ടാണ് ചെയ്യണത്. എല്ലുപൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഏതാ വെച്ചാൽ മൃദുല, ആർക്കാ മൃദുല എന്നുള്ള പേരുള്ള സാധനമാണ് ഇത് വെക്കണത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഈ സാധനം ഇവിടെ ഈ മലപ്പുറം ജില്ല ഒന്നും കിട്ടിയിട്ടില്ല. ഇത് പുതിയ തരം ഇറങ്ങിയ തൈയാണ്. മണ്ണൂത്തിയിൽ മാത്രമേ ഇത് കിട്ടാനുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇവിടെ വെക്കണത്. ഇത് ഉണ്ടോ, നല്ല വേരൊക്കെ വന്ന തൈയാണ്. മണ്ണൂത്തിയിലാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. എല്ലാം വേരുണ്ട്. ഇത് പൊട്ടിക്കണമെന്നില്ല, കാരണം പൊട്ടിച്ചാൽ എന്താണെന്ന് വെച്ചാൽ വേരുകൾക്കൊക്കെ ക്ഷതം പറ്റും. അപ്പോൾ ഇങ്ങനെ ഇത് കുഴിച്ചിട്ടതിന് ശേഷം കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ഇടുകയാണ്. മണ്ണിര കമ്പോസ്റ്റ് കഴിഞ്ഞാൽ ജൈവവളത്തിലേറ്റവും ടോപ്പ് സാധനമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ മണ്ണിര കമ്പോസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ മണ്ണിരൊക്കെ വേണമെങ്കിലൊക്കെ ചോദിച്ചാൽ ഞാൻ തരുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് മണ്ണിര കമ്പോസ്റ്റ്. കൃഷിയിലേക്ക് ഏറ്റവും വേണ്ടിയത്.